മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കാസർഗോഡ് കോട്ടിക്കുളത്തെ അടച്ചിട്ട വീട്ടിൽ അമൂല്യ ശേഖരം കണ്ടെത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ മേഖലാ ഉദ്യോഗസ്ഥരെത്തി പുരാവസ്തുക്കൾ പുറത്തെത്തിച്ച് തുറന്ന് പരിശോധിച്ചു. വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു. ജോസഫ്, അടച്ചിട്ട വീടിനുള്ളിലാണ് അമൂല്യ ശേഖരം കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ദീപ്തി, 6 ദിവസം മുമ്പാണ് രഹസ്യ വിവരത്തെ തുടർന്ന് ബേക്കൽ പോലീസ് അടച്ചിട്ട വീട്ടിലും കടയിലും പരിശോധന നടത്തിയത്. പരിശോധന നടത്തിയപ്പോൾ പ്രാഥമികമായ പരിശോധനയിൽ നിരവധി വാളുകളും തോക്കുകളും കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പിന്നീട് ഇത്തരത്തിൽ സമീപത്തെ അടച്ചിട്ട കടയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ വലിയ പാമ്പുകളുടെ ശല്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ശ്രമം ഉപേക്ഷിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ നിന്ന് മടങ്ങുകയായിരുന്നു. അതിനുശേഷം സീൽ ചെയ്ത് പൂട്ടി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇന്ന് ആർക്കിയോളജിക്കൽ വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സ്ഥലം നേരിട്ടെത്തി ഈ വസ്തുക്കൾ പുറത്തെത്തിച്ചത്. ഇപ്പോൾ ഈ വസ്തുക്കൾ ബേക്കൽ പോലീസ് സ്റ്റേഷനിലാണ് നിലവിലുള്ളത്. ഇത് ഈ ആർക്കിയോളജിക്കൽ വകുപ്പിന് ഉടൻ തന്നെ കൈമാറുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം. ഇതിൽ കണ്ടെത്തിയതിൽ അതിപുരാതന വാളുകളും പിസ്റ്റളുകളും തോക്കുകളും ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് ഇത്തരത്തിൽ ഈ പുരാവസ്തുക്കൾ മോഷ്ടിച്ചു കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് സൂക്ഷിച്ചു വെച്ചിരുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല ഈ പ്രദേശത്ത് ഈ പുരാതന വാളുകൾ സംബന്ധിച്ച് കച്ചവടം നടത്തിയിരുന്നതായും വിവരമുണ്ട്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ പരിശോധന നടത്തി വരികയാണ്. അതേസമയം പുരാവസ്തു വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട് വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാളുകളുടെ മൂല്യവും കാലപ്പഴക്കവുമാണ് പ്രധാനമായും പരിശോധിക്കുന്നത്. ടിപ്പു സുൽത്താന്റെയും മറ്റു കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകളാണ് എന്നാണ് പ്രധാനമായും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മൈസൂർ കൊട്ടാരത്തിൽ നിന്ന് മോഷണം പോയ വാളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് പ്രാഥമികമായുള്ള വിലയിരുത്തൽ. മാത്രവുമല്ല അതിപുരാതന കാലത്തെ നാണയങ്ങളും കണ്ടെത്തിയവയിൽ പെടുന്നുണ്ട്. ഇത് അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ വകുപ്പ് ഉദ്യോഗസ്ഥർ ഏറ്റെടുക്കും. അതിനുശേഷം വിദഗ്ധമായ പരിശോധനയ്ക്ക് കൊണ്ടുപോകുമെന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിൽ കേസ് അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കച്ചവടം നടത്തുന്നവരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചതെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദീപ്തി, ശരി. കാസർഗോഡ് കോട്ടിക്കുളത്തെ അടച്ചിട്ട വീട്ടിൽ അമൂല്യ ശേഖരം കണ്ടെത്തി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ തൃശൂർ മേഖലാ ഉദ്യോഗസ്ഥരെത്തി പുരാവസ്തുക്കൾ പുറത്തെത്തിച്ച് തുറന്ന് പരിശോധിച്ചു. ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്.